everyone, welcome back to my channel. അപ്പൊ ഞാൻ ഇന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിൽ തന്നെയായിരുന്നു. അപ്പം ഇതെല്ലാവരും അവരുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റുമാണ്. എനിക്കിപ്പോ ഏകദേശം എന്റെ ചാനലിൽ അറൌണ്ട് 10 to 11 വീഡിയോസ്, ലോങ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് എന്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ എന്റെ ചാനൽ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല അടപടലം ഞാൻ 3G ആയി. ആ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ തന്നെ ഒന്ന് കണ്ടു നോക്കിയപ്പോൾ വളരെ ലജ്ജാവഹമായി എനിക്ക് തോന്നി. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഞാനത് അവസാനം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? എനിക്കെന്താ അത് ചെയ്തതിലോട്ട് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞാൻ ഇതിപ്പോ ചെയ്യാനായിട്ടൊരു ഇതുണ്ടായില്ല. പിന്നെ ഞാൻ വേറെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തു. നമ്മുടെ ശബരിമല യാത്രയുടെ വീട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് അവര് പോയതിന്റെ വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അറ്റ് ദ പ്രസന്റ് മൊമെന്റ് എനിക്ക് വേറൊരു കണ്ടന്റും ഇല്ലാത്തത് കൊണ്ട് കണ്ടന്റ് ക്ഷാമം ഹിറ്റ്സ് സോ ഹാഡ്. അത് കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്. ഇപ്പൊ എന്താണെങ്കിലും ഇത് ഞാൻ ചെയ്യാനായിട്ട് എന്റെ മൈൻഡ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഇതൊന്ന് ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിച്ചു വൈ നോട്ട് നൗ. എന്താണെങ്കിലും ഇപ്പൊ ഒരു പണിയില്ലാതെ ഇന്ന് ഞാൻ വീട്ടിലിരിക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ് നൗ. അപ്പൊ ഞാൻ ഇന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനമായി പ്രിപ്പയർഡ് മൈ മൈൻഡ് ആൻഡ് ഐ ആം ഹിയർ, ഐ ആം ഡൂയിങ് ഇറ്റ്. അപ്പൊ നിങ്ങൾ തംബ്നെയിലിലെ ടൈറ്റിലൊക്കെ കണ്ട പോലെ ഹു ആം ഐ, അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. എന്നെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും എന്നെ പറ്റിയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. സോ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ എന്നെ പറ്റിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ പറയാം. എന്റെ പേര് കൃഷ്ണ എന്നാണ്, കൃഷ്ണ മനോജ്. അപ്പം എന്റെ ചാനലിന്റെ പേര് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും, ലോൾ വിത്ത് കൃഷ്ണ. അപ്പൊ ചാനലിന്റെ പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൃഷ്ണ എന്നുള്ള പേര് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. മിക്ക ആൾക്കാരെയും പോലെ, മജോറിറ്റി ആൾക്കാരെയും പോലെ എനിക്കും എന്റെ പേരിനോട് അത്ര പ്രണയമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൃഷ്ണ എന്നുള്ള പേര് ആഡ് ചെയ്യണം എന്ന് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ സോഡിയാക് സൈൻ ആയിട്ടുള്ള ഏരീസ് എന്ന പേര് ആഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് കുറച്ചൊക്കെ വീഡിയോസ് ചെയ്തോണ്ട്. അപ്പൊ അത് വന്നിട്ട് ലോൾ വിത്ത് ഏരീസ് എന്നായിരുന്നു. അപ്പൊ എന്റെ ഈ ചാനൽ നെയിം ഞാൻ പലരോട് പറഞ്ഞ ടൈമില്, എസ്പെഷ്യലി എബിസൺ ചേട്ടനൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ പൊന്നു കിച്ചു നീ ഇത് എന്ത് പേരാ ഇട്ട് വെച്ചേക്കുന്നത്, ഇതൊക്കെ ഒരു മനുഷ്യനോട് പറയാൻ കൊള്ളൂ. എന്റെ അച്ഛൻ വരെ എന്നെ കളിയാക്കി കഴിച്ചു. ഇതെന്ത് പേരാ നീ ഇട്ട് വെച്ചേക്കുന്നത്? ഇതിപ്പോ ഒരാളോട് ചെന്നിട്ട് എന്റെ മകളുടെ യൂട്യൂബ് ചാനലാണ് ചേട്ടാ, സബ്സ്ക്രൈബ് ചെയ്യണം, പേര് ലോൾ വിത്ത് ഏരീസ് എന്ന് ചോദിച്ചേക്കാം. അവർ 2-3 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് എന്താണേലും ചോദിക്കും. അങ്ങനെ അവരുടെ കുറെ തവണയുള്ള പറച്ചിലിന് ശേഷം ഞാൻ എന്റെ പേര് ലോൾ വിത്ത് കൃഷ്ണ എന്നാക്കിയിട്ടുണ്ട്. അതുപോലെ അവർക്ക് കുറെ പേർക്ക് പറയാൻ ഭയങ്കര ഇതായിരുന്നു. ഞാൻ പിന്നെ അവരോട് പറഞ്ഞു ഇനി ഞാൻ പേര് മാറ്റത്തില്ല, ലോൾ വിത്ത് കൃഷ്ണ മതി, ഐ ഫിക്സ്ഡ് ഇറ്റ്. അപ്പം ലോൾ വിത്ത് കൃഷ്ണ ഇടാൻ തന്നെ കാരണം ഐ വാസ് പ്ലാനിങ് ടു ഡു സം ഫണ്ണി എലമെന്റ്സ്. കാരണം ആൾക്കാർക്ക് കണ്ടാൽ ചിരി വരുന്ന, ആൾക്കാർ ചിരിപ്പിക്കുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ആദ്യം തീരുമാനിച്ചത്. പക്ഷെ എന്താന്നറിയില്ല, ചിരിപ്പിക്കാനുള്ള കണ്ടന്റ് എനിക്ക് കിട്ടുന്നില്ല. സത്യം പറയാം, കണ്ടന്റ് ക്ഷാമം എനിക്ക് ഭയങ്കര കണ്ടന്റ് ക്ഷാമമാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഓക്കെ എനിക്ക് എന്തൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാം, എനിക്ക് എന്തൊക്കെ കണ്ടന്റുകൾ ചെയ്യാം, എനിക്ക് എന്തിനാണ് ക്ഷാമം വരിക. പക്ഷെ അങ്ങനെയല്ല, നല്ല ക്ഷാമമുണ്ട്. ആദ്യം തന്നെ ഞാൻ വിചാരിച്ച യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ സിമ്പിള് കാര്യം, എന്ത് ചുമ്മാ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അങ്ങോട്ട് ഇടുക. പക്ഷെ അങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് നല്ല പണിയാണിത്. സത്യം പറഞ്ഞാൽ നല്ലൊരു വീഡിയോ, നമ്മൾ എന്ത് വീഡിയോ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യണം, അതിനുള്ള സ്ക്രിപ്റ്റ് സെറ്റ് ആക്കണം, പിന്നെ ലൈറ്റിങ്, ക്യാമറ അഡ്ജസ്റ്റ്മെന്റ്, എഡിറ്റിങ്, മ്യൂസിക്, അതെല്ലാം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്താലോ പിന്നെയും കിട്ടും ഒരു പണി, കോപ്പിറൈറ്റ്. എനിക്കങ്ങനെ 2 പ്രാവശ്യം കോപ്പിറൈറ്റ് ഒക്കെ കിട്ടി. ഞാൻ 2-3 പ്രാവശ്യമൊക്കെ വീഡിയോസ് ഒക്കെ മാറ്റി വീണ്ടും ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി യൂട്യൂബിൽ വീഡിയോ ഇടുക എന്ന് പറയുന്നത് സിമ്പിൾ കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഈ പണിയെടുക്കണം. സത്യം ഐ ആം എ വെരി
ഞാൻ ഭയങ്കര മടിച്ചിയാണ് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു ഒരിടയ്ക്ക്. പക്ഷെ വീഡിയോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. സത്യം പറഞ്ഞാൽ എന്റെ പാഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാഷൻ അല്ല എന്ന് കുറെ പേരൊക്കെ പറയുന്നുണ്ട്. കാരണം എനിക്ക് അത്ര വീഡിയോസ് എടുക്കാൻ നീ ഇന്ന വീഡിയോ ചെയ്യും, നിനക്ക് എന്താ, നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ നല്ലൊരു അടിപൊളി ഡാം ഉണ്ട് ഗൈസ്. ഞാൻ ചില വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി നിനക്കൊരു വീഡിയോ എടുത്തോടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് പറഞ്ഞാൽ ചില സമയം മടിയാണ്. പിന്നെ ഇപ്പൊ വെള്ളമില്ല, എല്ലാവരും തുറന്നു വിട്ടു. അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെ പേടിക്കും. My God, sentimental and psychological move. പക്ഷെ അവർ പറയും അതും കണ്ടന്റ് ആണ്, നീ അത് ചെയ്യ. പക്ഷെ ഐ എം ടു ലേസി ടു ഡു ദാറ്റ്. അതുകൊണ്ടൊക്കെ തന്നെ. പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫുള്ള് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. കാരണം ഞാൻ പബ്ലിക്കിൽ പോയി നിന്നിട്ട് എനിക്ക് വീഡിയോസ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ചമ്മൽ, സത്യം ചമ്മലാണ്. ഇപ്പൊ വെച്ചാൽ എന്റെ റൂമിലാണ്, എന്റെ പേഴ്സണൽ സ്പേസ് ആണിത്, വീട്ടിൽ ആരുമില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ടൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റും. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. സോ ബാക്ക് ടു ദ സബ്ജക്ട്. നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. അപ്പം എന്റെ പേര് കൃഷ്ണ, എന്റെ ചാനലിന്റെ പേര് ലോൽ വിത്ത് കൃഷ്ണ. അങ്ങനെയാണ് ഞാൻ എന്റെ ചാനലിലോട്ട് ലോൽ വിത്ത് കൃഷ്ണ എന്നുള്ള പേരൊക്കെ സെറ്റ് ചെയ്ത് കുറെ വീഡിയോസ് ഒക്കെ ചെയ്തു. അങ്ങനെ അറ്റ് ലാസ്റ്റ് എനിക്ക് അതിലൊരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൌണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാറായി ഗൈസ്. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കും. ഐ ഡോണ്ട് നോ, ഏകദേശം 950 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പൊ. എനിക്കത് 1K ആക്കണം. എനിക്ക് 1K ആക്കണം. ഭയങ്കര എന്താ പറയാ, വലിയ കാര്യമാണത്. ഒരു ഫസ്റ്റ് മൈൽ സ്റ്റോൺ കണക്കാണ് 1K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ. വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സത്യം പറഞ്ഞാൽ കയറും. നമുക്കൊരു ബ്രേക്ക് വരുമ്പോഴത്തേക്കും, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബ്രേക്ക് വരുമ്പോഴത്തേക്കും വ്യൂസും കുറയും. പിന്നെ നമ്മുടെ ചാനൽ അങ്ങ് ഫ്രീസ് ആയ കണക്കാവും. അപ്പൊ ഞാൻ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ സ്റ്റേക്കും വിത്ത് ദ ഫ്രഷ് കണ്ടന്റ്. ഞാൻ വീണ്ടും കറങ്ങി തിരിഞ്ഞ് അതിൽ തന്നെ വന്നു. അപ്പൊ ഇത്രയൊക്കെയാണ്. അപ്പൊ എന്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, പിന്നെ എനിക്കൊരു അനിയനുണ്ട്. ഹീസ് 21 years old ആൻഡ് ഐ ആം 22 years old. പിന്നെ വീട്ടില് എന്റെ ഫേവറേറ്റ് ആളുണ്ട്, ടെസ ഒരു ലാബ്രഡോർ ആണ്. വീട്ടിൽ എന്നെക്കാളും കാര്യമാണ് അവളെ. അമ്മയൊക്കെ പണ്ടൊക്കെ അമ്മ കടയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ട് എനിക്ക് അരിയും കൊണ്ട് തരുമായിരുന്നു. പിന്നെ അത് അമ്മ 2 മേടിച്ചിട്ട് വരാം. പിന്നെ അമ്മ 2 തന്നെ കൊണ്ടുവരാറുള്ളൂ. അപ്പൊ ഞാൻ എനിക്ക് അമ്മ കണ്ണനും കൊടുക്കണ്ടേ, ഇല്ല ടെസയ്ക്ക് കൊടുക്കണ്ടേ? അമ്മ പറയും നിങ്ങൾക്കില്ല, ടെസയ്ക്കേ ഉള്ളൂ. അത്ര കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഇപ്പൊ വീട്ടില്. എന്നെക്കാളും ഒക്കെ കാര്യമാണ് സത്യം പറഞ്ഞാൽ. അവൾക്ക് മാത്രമേ കൊടുക്കുന്ന ചോറിന് നന്ദിയുള്ളൂ, സ്നേഹമുള്ളൂ എന്നാണ് പറയുന്നത്. വാട്ട് എവർ. അപ്പൊ അതൊക്കെയാണ് എന്റെ ഫാമിലി. അപ്പം എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് April 5th ആണ്. അപ്പം ഈ കഴിഞ്ഞ വീക്കില് ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട്. ഐ ടേൺ 22. അങ്ങനെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ചെറിയൊരു എന്താ പറയാ, പ്രായം കൂടുന്തോറും ആഘോഷങ്ങളുടെ അളവ് കുറയും എന്ന് പറയുന്ന പോലെ ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു കേക്ക് മുറിച്ചു, അത്ര തന്നെ. ഈ പക്ഷെ പായസം പോലും കിട്ടിയില്ല. അങ്ങനെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ക്ലാസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് എന്റെ ലൈഫിൽ ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ക്ലാസ്സിൽ പോകുന്നത് ഗൈസ്. ഐ വാസ് സോ ഹാപ്പി, സോ എക്സൈറ്റഡ്. അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ മുറിച്ചു. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു കേക്ക് മുറിക്കുന്നത്. പക്ഷെ കുറച്ച് നാളായിട്ട് നമ്മൾ ക്ലാസ്സിൽ ആരുടെയും ബർത്ത്ഡേ കേക്ക് ഒന്നും മുറിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ പ്രാവശ്യം എന്റെ ബർത്ത്ഡേക്കും കേക്കൊന്നും മുറിക്കില്ലായിരിക്കും. പക്ഷെ അവന്റെ പിള്ളേർ കേക്കൊക്കെ മേടിച്ച് മുറിച്ചു, പിന്നെ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു കുട്ടികൾക്ക്. അങ്ങനെ ബർത്ത്ഡേ ആഘോഷങ്ങളും തീർന്നു. പിന്നെ എന്നെ പറ്റി പറയാനാണെങ്കിൽ എന്റെ വീട് വന്നിട്ട് പാലായിലാണ്. കോട്ടയം പാലായിലാന്ന് വീടെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ പാലക്കാരെ അച്ചായത്തിയാണോ? അച്ചായത്തി അല്ല. നമ്മുടെ പാലയിൽ ഒരുപാട് അച്ചായത്തിമാരുണ്ടെങ്കിലും ഞാൻ ആ കൂട്ടത്തിൽ ഒരു അച്ചായത്തി അല്ല. ഒരു പാലയിലെ സാധാരണ വേറൊരു കുട്ടി. അപ്പം ജനിച്ചോ വളർന്നോ ഒക്കെ പാലായിൽ തന്നെയാണ്. എന്റെ വീടെന്ന് പറയുന്ന പാലായിൽ നിന്നൊരു അകത്തോട്ട് ഒരു 5 കിലോമീറ്ററും കൂടെ രാമൂര റൂട്ട് പോകുന്ന വഴിക്കാണ് എന്റെ വീട്. പിന്നെന്താ പറയാ, നീ എന്താ ആലോചിക്കുന്നത്? പിന്നെ എനിക്ക് പറയാനുള്ളത് എന്റെ യൂട്യൂബ് ജേർണിനെ പറ്റിയിട്ടാണ്. യൂട്യൂബ് ജേർണി എന്ന് പറയുമ്പോഴത്തേക്കും വലിയ അധികം ജേർണി ഒന്നുമില്ല, ഒരു 4 മാസം ആയിട്ടുള്ളൂ. പക്ഷെ ഈ 4 മാസത്തിൽ ഞാൻ പറഞ്ഞു സത്യമായിട്ടും വലിയ പണിയൊന്നും എടുത്തിട്ടില്ല ഇതിന് വേണ്ടിയിട്ട്. സത്യം 4 മാസം വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടായിട്ടുള്ളെങ്കിലും എന്റെ പ്ലാനിങ് തുടങ്ങിയിട്ട് വർഷം കുറേ ആയി. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു യൂട്യൂബിൽ വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് കുറേ നാളായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, ഐ വാസ് ടു ഷൈ.
സത്യം പറഞ്ഞെങ്കിൽ ഐ വാസ് ടു ഷൈ. കാരണം ആസ് എ പ്ലസ് സൈസ് വുമൺ ഞാൻ ഒരുപാട് ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ പണ്ടോട്ടേ കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ഭയങ്കര നാണമായിരുന്നു. അയ്യോ അവരെന്ത് വിചാരിക്കും, അവർക്ക് ഇഷ്ടാവില്ലല്ലോ. ബട്ട് ഫൈനലി നൗ ഐ മേഡ് അപ്പ് മൈ മൈൻഡ് ടു ഡു വീഡിയോസ്. അങ്ങനെയാണ് ഞാനിപ്പോ 4 മാസം മുന്നേ വീഡിയോസ് ഒക്കെ ഇടാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനും ഒരു 8 മാസം മുന്നേ തൊട്ട് ഞാൻ വീഡിയോസ് നോക്കി ഇനി ഞാൻ ഇടും, ഇനിയെങ്കിലും ഞാൻ ഇടും അത് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ പിന്നെയും ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺസ് കാരണം ഞാൻ അങ്ങനെ ഇടാണ്ട് അങ്ങനെ ഞാൻ വീഡിയോ സത്യം പറഞ്ഞാൽ എടുത്തു വരെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ബെറ്റർ ലേറ്റ് ദാൻ നെവർ, ഇനിയെങ്കിലും ഒന്ന് തുടങ്ങാന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ തുടങ്ങിയത്. എന്റെ വീട്ടിലൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓക്കെ യു ഡു ഇറ്റ്, എന്തെങ്കിലുമൊക്കെ ആവടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യത് വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അവര് അങ്ങനെ നല്ല സപ്പോർട്ടായിരുന്നു. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഓക്കെ, പിന്നെ പറയാന്നുണ്ടെങ്കിൽ ഐ ആം സ്റ്റിൽ എ സ്റ്റുഡൻറ്. ലൈഫ് കുറച്ച് അഡ്വഞ്ചർ ഒക്കെ വേണ്ടേന്ന് ഓർത്തിട്ട് ഐ ഡിസൈഡഡ് ടു ലേൺ ജർമ്മൻ. അപ്പൊ ഞാനിപ്പോ ജർമ്മൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട്. ചില സമയം കിളി പോവും, എസ്പെഷ്യലി ഈ ലിസണിങ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്റെ പൊന്നി ഇത് നേരത്തോന്ന് ഓർക്കും. ബട്ട് അല്ലാണ്ട് എനിക്ക് മൊത്തത്തിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ്. എനിക്ക് പുതിയ ലാംഗ്വേജസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഐ ആം എൻജോയിങ് ലേണിംഗ് ജർമ്മൻ. സകലകലാവല്ലഭൻ. പിന്നെ പറയാന്നുണ്ടെങ്കിൽ എന്റെ ചാനലിന്റെ കാര്യം പറഞ്ഞു. ഏകദേശം 950 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ആൻഡ് 1K ആവാൻ വേണ്ടി ഐ എം പ്രേയിങ് ടു ഗോഡ് 1K പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ തിങ് ഇസ്, ഞാൻ 1K ആയി കഴിഞ്ഞിട്ട് ഞാൻ ഐ എം പ്ലാനിങ് ടു ഡു എ ഗീവ് അവേ. സത്യം പറഞ്ഞാൽ ചെറിയ കാര്യമാണ് 1K എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും, ബട്ട് എനിക്ക് 1K ആവാൻ വേണ്ടി തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഐ ആം പ്ലാനിങ് ടു ഡു എ സിമ്പിൾ ഗീവ് അവേ. ചെറിയൊരു ഗീവ് അവേ ആണ്, ചെറിയൊരു കാര്യം, എന്തെങ്കിലും ഒരു സിമ്പിൾ ഗിഫ്റ്റ് എനിക്ക് കൊടുക്കണം എന്നുണ്ട് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്നെ അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യുക. ന്യൂ കമേഴ്സിനൊക്കെ കയറ്റി വിടുക, കമോൺ. അവരും എൻജോയ് ചെയ്യട്ടെ, അവര് യൂട്യൂബേഴ്സ് ഒക്കെ ആവട്ടെ വലുതായിട്ട്. എല്ലാരും അവരവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തട്ടെ. പിന്നെ എന്റെ കുറച്ച് ഫേവറേറ്റ് കാര്യങ്ങളൊക്കെ പറയാന്നുണ്ടെങ്കിൽ, എന്റെ ഫേവറേറ്റ് തിങ്സ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ വലിയ നിശ്ചയമില്ല. പിന്നെ നിശ്ചയമുള്ളത് എന്റെ ഫേവറേറ്റ് കളർ ഒക്കെയാണ്. ബ്ലൂ, ബ്ലാക്ക് ഒക്കെയാണ് എന്റെ ഫേവറേറ്റ് കളർ. പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ പിന്നെ ഡേസി ഹൗസ് ഹോൾഡ് പെൺകുട്ടികൾക്ക് അധികം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പോകാൻ അനുവാദമില്ലാത്തതുപോലെ എനിക്കും ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ ഒരു 100 പ്രാവശ്യം ചോദിക്കണം. പിന്നെ ടൗണിൽ കൂടെയൊക്കെ ഞാൻ കറങ്ങി നടക്കാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് എനിക്ക് ദൂരേക്കൊക്കെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ വെറുതെ പോകാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എന്താ, എന്റെ സാഹചര്യങ്ങൾ അതിനെന്നെ അനുവദിക്കുന്നില്ല ഗൈസ്. പിന്നെ എന്റെ ഹോബീനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഐ ലവ് റീഡിങ് ബുക്സ്. സത്യം പറയാം കൂടുതലും മലയാളം നോവൽസ് ആണ് കേട്ടോ. എനിക്ക് മലയാളം റൊമാൻറ്റിക് നോവൽസ് ഒക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ട് എനിക്ക് വായിക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഐ ഗോട്ട് ഇറ്റ് ഫ്രം മൈ മോം. അമ്മ ഭയങ്കര വായിക്കണ ഒരാളാണ്. അമ്മയ്ക്ക് പണ്ട് അമ്മ പറയണം, അമ്മ ഇന്ദുലേഖയൊക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. പക്ഷെ എന്താ പറയാ, എല്ലാരെയും പോലെ ഒരു ഹൗസ് വൈഫ് ആയി കഴിയുമ്പോഴത്തേക്കും അതൊന്നും നടക്കുന്നില്ല. പിന്നെ ഞാൻ ഒരുപാട് നാളായിട്ട് സത്യം പറഞ്ഞ ബുക്സ് ഒന്നും വായിക്കാറുണ്ടായിരുന്നില്ല. ബട്ട് എന്റെ റീഡിങ് തിരിച്ചു കൊണ്ടുവന്ന ഒരു എപ്പിക് വൺ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ട്രെൻഡിങ് ആയതുകൊണ്ട് ഞാൻ മേടിച്ച് വായിച്ചാണ്. ഇറ്റ് വാസ് രാം കെയർ ഓഫ് ആനന്ദി. ഇപ്പോഴും എന്റെ ഫേവറേറ്റ് ആണ്. സത്യം പറഞ്ഞാൽ മൈ മൈൻഡ് സ്റ്റിൽ ഇൻ ചെന്നൈ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് സോ 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 എന്താ പറയാ, വണ്ടർഫുൾ ബുക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, പിന്നെ മറന്നു വെച്ച ഹൃദയം, അങ്ങനെ കുറെ അതുകൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ബുക്സ് ഞാൻ വായിച്ചു. ആൻഡ് ഗൈസ്, ബുക്ക് വായിക്കുന്ന അത്രയും പീസ് കിട്ടുന്ന ഒരു വേറെ ഒന്നും, എനിക്ക് ഫോൺ എടുക്കേണ്ട ആ ടൈമിൽ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഫോൺ അഡിക്റ്റഡ് ആണ്. ആ ടൈമിൽ എനിക്ക് ഫോണൊന്നും വേണ്ട. ഞാൻ 2 ദിവസം കൊണ്ടൊക്കെ ബുക്ക് വായിച്ചു തീർക്കും. രാം കെയർ ഓഫ് ആനന്ദി ഞാൻ 3 ദിവസം കൊണ്ട് തീർത്തു. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് 2 ദിവസം കൊണ്ട് തീർത്തു. അങ്ങനെ 2-3 ഡേയ്സിൽ ഞാൻ ചിലപ്പോൾ ബുക്കൊക്കെ തീർത്തുന്നിരിക്കും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിം കളിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോവിഡ് ലോക്ക്ഡൌണിന്റെ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഗെയിം കളി. സത്യം പറയാം, ഇപ്പോഴും ഭയങ്കര ഗെയിം കളിയാണ്. ഞാൻ ഫ്രീ ഫയർ ആണ് കളിക്കുന്നത്. അപ്പം കുറെ പേർക്ക് ഫ്രീ ഫയർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇതുണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ PUBG കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പയ്യെ ഫ്രീ ഫയറിലോട്ട് തന്നെ വന്നു. നമുക്കൊരു ചെറിയ ഫാമിലി ഉണ്ട് അവിടെ. കുറെ അറിയാവുന്ന കുറെ കുട്ടികളും ചേച്ചിമാരും ചേട്ടന്മാരും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ഫാമിലി ഉണ്ട് അതിൻ്റെ അകത്ത്. ഐ സോ ഹാപ്പി പ്ലേയിങ് ഗെയിംസ്. അത്രയൊക്കെയാണ് എന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. വേറെ
വേറെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ഞാൻ അപ്പം അതിന് അനുസരിച്ച് ഞാൻ അതിന് വേണ്ടി ചെയ്യാൻ. എനിക്കിപ്പോ ഒന്നും വരാനില്ല. ഞാൻ ഒത്തിരി പ്ലാനിങ് ആയിരുന്നു, ഇതൊക്കെ പറയണം അതൊക്കെ പറയണം. ഇപ്പൊ സത്യം പറഞ്ഞു വന്നപ്പോ ഒന്നുമില്ല പറയാൻ. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. അപ്പം എന്തൊക്കെയാന്ന് വെച്ചാൽ എന്റെ കമന്റ് ചെയ്യുക. പിന്നെ കണ്ടന്റ് നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് കണ്ടന്റുകളാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും ഒന്ന് കമന്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് മൈ ചാനൽ, ബെൽ ബട്ടണും കൂടി, അത് എന്താണേലും നമ്മൾ പറയണമല്ലോ, അതും കൂടി ചെയ്യാം. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.